അധ്യാപകർ, മറ്റ് എല്ലാവർക്കും പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. കോവിഡ് കഴുത്തിന് പിടിച്ച ഒരു ലോകത്താണ് നിങ്ങളും ഞാൻ നിങ്ങളുടെ പോലെ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന സന്ദർഭത്തിൽ ആ സ്കൂളിൻ്റെ പരിസരത്തുകൂടെ പോലും കോവിഡ് വന്നിരുന്നില്ല. പക്ഷേ കോവിഡിനെ കാണാനും കോവിഡിനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും കോവിഡിനോട് പോടാ പുല്ലേ എന്ന് പറയാനും ഭാഗ്യമുണ്ടായത് നിങ്ങൾക്കാണ്, നമുക്കാണ്, ഈ തലമുറയ്ക്ക്. 2 കൊല്ലത്തോളമായി വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട് കിടക്കുക. വിദ്യാലയം അടച്ചുപൂട്ടി താഴിട്ടത് ആ പിയൂണിൻ്റെ ഒരു ക്രൂരമായ മനസ്സുകൊണ്ടാണെന്ന് ആരും ചിന്തിക്കില്ല. അത് മനുഷ്യൻ മരിച്ചു വീഴാൻ പാടില്ല എന്ന മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ശാസ്ത്രീയ ആരോഗ്യ നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങളും ഞാനും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മളെല്ലാം ബാധ്യസ്ഥമായ ഒരു ലോകത്ത് സാമൂഹ്യമായ കൂടിച്ചേരൽ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകളുടെ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തും എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം സാമൂഹ്യ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകും. ഞാൻ പഠിച്ച കാലത്തും ഞങ്ങളാരും പഠിച്ച കാലത്ത് മാസ്ക് വെച്ചല്ല ഞങ്ങൾ സ്കൂളിൽ പോയി. ഇപ്പോൾ മാസ്ക്, ഇനിയിപ്പോൾ മാസ്ക് ഒന്നും മാറ്റാൻ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വേണ്ടി വരും. അല്ലെങ്കിൽ കോവിഡ് പോയാലും മാസ്ക് കാരണം ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ഒരു അവയവമായി മാറുക. സാനിറ്റൈസർ, ഈ സാമൂഹ്യ നിയന്ത്രണം, അങ്ങനെ പ്രതിസന്ധിയുടെ ഒരു ഇത് കേരളത്തിൽ മാത്രമല്ല, മച്ചാട് മാത്രമല്ല, മച്ചാട് മാമാങ്കം പോലും മാറ്റിവെപ്പിക്കാൻ ഉഗ്രശേഷിയുള്ളവനാണ് ഈ കോവിഡ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ കേരളത്തിലെ സ്കൂളുകൾ അടച്ചിട്ടു, ഇന്ത്യയിലെ സ്കൂളുകൾ അടച്ചിട്ടു, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സ്കൂളുകൾ അടച്ചിട്ടു. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, സ്കൂളുകൾ അടച്ചു, പിള്ളേരും അധ്യാപകരും ഒക്കെ വീട്ടിൽ പോയിരിക്കട്ടെ, പിന്നിൽ കൈയും കെട്ടി നടക്കുകയല്ല, ഇനി കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നില്ല കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്. വീടുകളെ എങ്ങനെ വിദ്യാലയമാക്കാം എന്ന പരീക്ഷണമാണ് നമ്മളെല്ലാം ചേർന്ന് വിജയത്തിനോടടുത്ത് നടത്തി ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് വീട്ടിലിരുന്ന് അധ്യാപകരുടെ ഗുരുമുഖങ്ങൾ വീടുകളിൽ മൊബൈൽ വഴി കണ്ട് അങ്ങനെ പഠിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഈ മൊബൈലുകൾ ഇനി കിട്ടാൻ കുറച്ച് പേരും കൂടി ഉണ്ടാവും. ഒരു 10-50 അല്ലേ 50% ആളുകൾക്കൊക്കെ ഈ സമാന്തര വിദ്യാഭ്യാസത്തിന് സഹായകരമായ ഡിജിറ്റൽ ഡിവൈസ് ലഭ്യമായി കഴിഞ്ഞു. അവശേഷിക്കുന്നവർക്ക് കൂടി കൊടുക്കണം. നവംബർ 1 സ്കൂളുകൾ തുറക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചു. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുകയാണ്. കാടും പടലും ഒക്കെയായി കടന്നിരുന്ന സ്കൂളുകളുടെ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളും PTA-യും എല്ലാവരും കൂടിച്ചേർന്ന് നടത്തിയ സംഘടിതമായ പരിശ്രമത്തോടെ നവംബർ മാസം 1-ാം തീയതി കേരളത്തിൻ്റെ ബർത്ത്ഡേ, അന്ന് കേരളം ജനിച്ച ദിവസം, നമ്മൾ വിദ്യാലയത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ പ്രവേശന ഉത്സവം നടത്തി. പുനഃപ്രവേശന ഉത്സവം നടത്തുക കേരളത്തിൽ നവംബർ മാസം 1-ാം തീയതി. ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങളെ പറ്റി സൂചനകൾ നൽകിയിട്ടാണ് വിനയന്റെ പ്രസംഗത്തിൽ ചില വാചകങ്ങൾ വന്നത്. പണ്ട് ഇവിടെ പ്രായമായ പലരും
വിശേഷിച്ചും ദരിദ്ര കുടുംബങ്ങളിലെ പലരും മക്കളെ വീട്ടിലേക്ക് വിദ്യാലയത്തിലേക്ക് പണ്ട് പറഞ്ഞു വിട്ടിരുന്നത് പട്ടിണിയിൽ നിന്ന് ചെറിയൊരു മോചനത്തിന് പാൽപ്പൊടി പരിഹാരമാകുമോ എന്ന് കണ്ടു. അമേരിക്കൻ ഗോതമ്പും പാൽപ്പൊടിയും വെണ്ണയും അത് സ്കൂളുകളിൽ വീടുകളിൽ പാവപ്പെട്ടവന് കിട്ടുന്ന അത് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ ഇന്നിപ്പോ വിദ്യാലയങ്ങളിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. കോവിഡിന്റെ പ്രതികൂലമായ അവസ്ഥ ഉണ്ടായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഈ വർഷം ഉണ്ടായ വിജയം എന്ന് പറഞ്ഞാൽ 99.45% 99.47% കേരളത്തിലെ SSLCയുടെ വിജയ ശതമാനം. അതുകൊണ്ടൊരു കുഴപ്പമുണ്ടായി. എല്ലാം A+ നേടിയവർക്കും സീറ്റ് കിട്ടുന്നതിന് കുറച്ച് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അത്ര ഉന്നതമായ വിജയം. ഇവിടെ പ്ലസ് ടു ഉണ്ട്. ഈ +2 തന്നെയും നല്ല വിജയ ശതമാനം ഉണ്ടായി. അതിൽ അത്യുന്നത വിജയം നേടിയ ചിലരെ തെരഞ്ഞു പിടിച്ച് ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്ന കുറേ ആളുകൾ മിടുക്കന്മാരാണ്, മിടുക്കികളാണ് അല്ലെ? എല്ലാവരും ഒരു അവാർഡ് കൊടുക്കാനും ഒക്കെയായി തെരഞ്ഞു പിടിച്ചിട്ടുള്ള അവർക്ക് അവാർഡും നൽകും. ഞാൻ നീട്ടുകയല്ല, ഒഴുക്കിനെതിരെയുള്ള നീന്തലിലൂടെ ഒഴുക്കിനെതിരെ നീന്തിയാണ് നമ്മുടെ നാട് ഉന്നതമായ ഈ വിദ്യാഭ്യാസ നിലവാരം നേടിയിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ നിലവാരവും വിജയവും നേടാൻ ഇടവന്നത് എല്ലാവരും ചേർന്ന് കൈകോർത്ത് പിടിച്ച് നടത്തിയ ഒരു ഐക്യ നീക്കത്തിന്റെ ഭാഗമാണ്. ഇതിൻ്റെ അവകാശികൾ എല്ലാവരും. അതിൽ പങ്കുവഹിച്ച രക്ഷിതാക്കളുണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളുണ്ട്. മുണ്ട് മുറുക്കി ഉടുത്തും എന്നൊരു ചൊല്ല് പഴയകാലത്ത് കേൾക്കാറുണ്ട്. സ്വന്തം മക്കളെ വിദ്യാഭ്യാസത്തിലേക്ക് നിയോഗിച്ച രക്ഷിതാക്കളുണ്ട്. അവരുടെ അധ്വാനമുണ്ട്, അവരുടെ ആശങ്കയുണ്ട്. PTA ഉണ്ട്. ഇവിടെ ഇതാ ഒരു RDO ആയി റിട്ടയർ ചെയ്ത ഒരാൾ റിട്ടയർ ചെയ്ത പിന്നെ വീട്ടിൽ ചാരികസരയിൽ വിശ്രമ ജീവിതം നയിക്കുക എന്നതിൽ വിട്ട് സ്കൂളിനെ ഉപാസിക്കാൻ വേണ്ടി ഓൾഡ് സ്റ്റുഡൻസായും PTA ആയും എല്ലാം പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും കൂടി ഐക്യ നീക്കമാണ് ഈ ഉന്നതമായ വിജയം നേടാൻ നമ്മളെ സഹായിച്ചത്. കോവിഡിൻ്റെ നെഞ്ചിടിപ്പ്, കോവിഡ് സൃഷ്ടിച്ച നെഞ്ചിടിപ്പ് പൂർണ്ണമായും മാറിയിട്ടില്ല. കേൾക്കുന്ന ചില വാർത്തകൾ പൂർവാധികം ശക്തിയോടെ ഇത് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അപ്പം അതുകൊണ്ട് മാസ്ക് മാറ്റാൻ നേരമായിട്ടില്ല, സാമൂഹ്യ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. ജാഗ്രത നല്ലതുപോലെ നമുക്ക് തുടരേണ്ടതുണ്ട്. പക്ഷെ ഇന്നത്തെ നിലയിൽ കേരളത്തിൽ വിദ്യാലയങ്ങൾ 1-ാം തീയതി മുതൽ തുറക്കാൻ വേണ്ടി പോവുകയാണ്, ഉപാധികളോടുകൂടി തുറക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വൃത്തിയുള്ള ക്ലാസ് മുറി നൽകുക എന്നത് വരുന്ന കുട്ടികളുടെ കടമയല്ല, ഞങ്ങളുടെ എല്ലാം. ആ കടമ നിർവഹിക്കാതെ ജില്ലാ പഞ്ചായത്ത് വണ്ടിയിൽ നടക്കുക, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീപ്പെടുത്ത് നടക്കുക, അങ്ങനെ കാറിലും കൊടിവെച്ച കാറിലും നടന്നിട്ട് യാതൊരു കാര്യമില്ല. ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ഈ വേദിയിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയാകുന്ന ഒരു വ്യക്തിത്വം മുൻപത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട മേരി തോമസ് ഈ വേദിയിലില്ല. പക്ഷേ അവർ നയിച്ച ആ ജില്ലാ പഞ്ചായത്തിൻ്റെ കാലത്താണ് മച്ചാട് സ്കൂളിനെ മറക്കാതിരുന്നത്. മച്ചാട് സ്കൂളിന് ക്ലാസ് മുറികൾ നവീകരിക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ അനുവദിച്ചത് ആ കാലത്താണ്
മേരി തോമസിനെയും പഴയ ഭരണസമിതിയെയും വളരെ അഭിമാനത്തോടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ പിന്നെ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുക. അതിവിടെ മനോഹരമായി ചെലവഴിച്ചു. മിക്കവാറും എല്ലാ ക്ലാസ് മുറികളും നല്ല ടൈലിട്ട് വൃത്തിയാക്കി. അവശേഷിക്കുന്ന കുറച്ച് പണം കിട്ടിയത് സ്കൂളിൻ്റെ കോമ്പൗണ്ട് ഒന്ന് സേഫാക്കുന്നതിന് വേണ്ടി, ഫെൻസിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ വിനയൻ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി, കുറച്ച് ഫെൻസിങ്ങേ നടന്നിട്ടുള്ളൂ, ബാക്കി കുറേ ഫെൻസിങ് നടക്കാനുണ്ട്. അപ്പോൾ കാശ് വേണം. കുറേ ആവശ്യങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായിട്ടുള്ള പണം, ലഭിച്ച പണത്തിൽ നിന്നും നീതിപൂർവമായി വിതരണം ചെയ്യാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ജില്ലാ പഞ്ചായത്തും തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സ്കൂളിൻ്റെ ഇനിയുള്ള കുറച്ച് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണവും ഈ വർഷം അനുവദിച്ച് കാണും. അല്ലേ? 15 ലക്ഷം രൂപ. അപ്പോൾ കഴിഞ്ഞ വർഷം 20 ലക്ഷം, ഈ വർഷം 15 ലക്ഷം രൂപ, 2 വർഷം കൂടി 35 ലക്ഷം രൂപ ഈ വിദ്യാലയത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. പുറമെ കുട്ടികൾ വരുന്നു, നല്ല ക്ലാസ് മുറിയുണ്ട്, ഇരിക്കാൻ ബെഞ്ചില്ല, ഡെസ്കില്ല, ഓഫീസിൽ മേശയില്ല, പല പരാതികളും സാധാരണ പറയാം. ഈ വർഷം ഞങ്ങൾ 2.25 കോടി രൂപ ഏകദേശം എന്ന് വെച്ചാൽ 210-15 ലക്ഷം രൂപയോളം നമ്മുടെ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന വിദ്യാലയം, ഈ വിദ്യാലയം അടക്കമുള്ള വിദ്യാലയങ്ങൾക്ക് ഫർണിച്ചറിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ച് ഈ മദന മാഷെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിയമ നടപടികൾ, അതിൽ കുറച്ച് ടെൻഡർ നടപടികളുണ്ട്, ഈ ടെൻഡർ നടപടികളൊക്കെ ഉണ്ട്. ആ നടപടികൾ പൂർത്തീകരിച്ചാൽ നവംബർ 1 ശേഷം നമ്മുടെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചാൽ ഏറെ വൈകാതെ നീതിപൂർവമായി മച്ചാടിന് ലഭിക്കേണ്ടതിൽ ഒരു ബെഞ്ചും ഡെസ്കും കൂട്ടിയിട്ട് ഇവിടെ അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ഫർണിച്ചറും ഇവിടെ വരും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വേറെ ഏത് പ്രശ്നങ്ങളും, അപ്പുറത്ത് പണിയുന്ന കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴിയുള്ള ഫണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങളും അപ്പുറത്ത് നടക്കുന്നു. നമ്മുടെ നവംബർ 1 സ്കൂളുകളിൽ നല്ല പായസമൊക്കെ കൊടുത്തിട്ടുള്ള നല്ല പ്രവേശനോത്സവത്തിന് PTA തയ്യാറായിട്ടുണ്ടാവും. കുട്ടികൾ വളരെ സന്തോഷത്തോടെ സ്കൂളുകളിലേക്ക് വരാം. 1.5 കൊല്ലക്കാലമായി അടച്ചുപൂട്ടപ്പെട്ട മനസ്സിൻ്റെ ആത്മനൊമ്പരങ്ങളും സംഘർഷങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രമായി വിഹരിക്കാൻ അവർ വരുന്ന സ്കൂളുകളിൽ അവരെ വരവേൽക്കാൻ സന്തോഷത്തിൻ്റെ, മധുരത്തിൻ്റെ അന്തരീക്ഷം ഈ പ്രദേശങ്ങളിലെല്ലാം നിറയ്ക്കാൻ ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ ഈ എല്ലാ സ്കൂളുകളിലും അതിൻ്റെ പരിപാടികളുമായിട്ട് വരും. കോവിഡ് നമ്മളെ തോൽപ്പിക്കും എന്ന അഹങ്കാരമായിരുന്നു കോവിഡിന്. പക്ഷേ കോവിഡിനെ കേരളം തോൽപ്പിക്കുന്നു, ജനങ്ങൾ തോൽപ്പിക്കുന്നു. തോറ്റോടിച്ച് കോവിഡിനെ പടിയടച്ച് പുറത്താക്കി ഈ നാട് ഇതോടെ അവസാനിച്ചു പോകും എന്ന് കരുതപ്പെട്ടിരുന്ന കാലത്തെ കാലഹരണപ്പെടുത്തി നമ്മുടെ നാട് വീണ്ടും തളിർക്കാൻ തുടങ്ങുന്നു, പൂക്കാൻ തുടങ്ങുന്നു, കായ്ക്കാൻ തുടങ്ങുന്നു. ഐശ്വര്യപൂർണമായ കേരളം തിരിച്ചു പിടിക്കാൻ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ല സ്കൂൾ, നല്ല അധ്യാപകർ. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെ പറ്റി പറയാതിരിക്കാൻ
ഇവരാരും കാശ് കൊടുത്ത് ജോലി വാങ്ങി വന്നവരല്ല. ആണോ? ആവില്ലല്ലോ. ഒറ്റയാളും കാശ് കൊടുത്ത് ജോലി വാങ്ങി വന്നവരല്ല. മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ ലേലാണ്. 25 ലക്ഷം, 50 ലക്ഷം, ആനയെ ലേലം വിളിക്കുന്ന പോലെയാണ്. 50 ലക്ഷം, 60 ലക്ഷം ഇങ്ങനെയാണ് ജോലി കിട്ടുക. സർക്കാരിൻ്റെ സ്കൂളുകളിൽ ജോലിയായിട്ട് വരുന്നവര് കഴിവ് തെളിയിച്ച് ജോലിക്ക് വന്നവരാണ്, തെളിയിച്ചവരാണ്. ആ ഏറ്റവും നല്ല മിടുക്കന്മാരായ, ഏറ്റവും നല്ല സമ്പന്ന മനീഷകളുള്ള ആ അധ്യാപകരെ റിട്ടയർ ചെയ്തിട്ട് ഒരു ടീച്ചർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. റിട്ടയർ ചെയ്ത് സാധാരണ വീട്ടിൽ പോയ ടീച്ചർ ഇവിടെ വന്നിരിക്കുക. ആ ടീച്ചർ ആമാതിരെ നല്ല മനീഷകൾ അവരാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ സർക്കാർ ഇവിടെ നൽകിയിട്ടുള്ളത്. അധ്യാപകരുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടാവും. അപ്പം അവരെ എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തി നമ്മുടെ വിദ്യാലയം, ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം, നല്ല വിദ്യാലയം, നല്ല അധ്യാപകർ, നല്ല കെട്ടിടം, ബാത്റൂം, നല്ല സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്, നല്ല PTA എല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തെ പറ്റി സാധാരണ ഉന്നയിക്കപ്പെടാറുള്ള ഒരു ആക്ഷേപം, കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് BPL പിന്നിലാണ്. ആ ആക്ഷേപം തിരുത്തപ്പെടാനാണ് കേരളം ഭരിക്കുന്ന ഇന്നത്തെ ഗവൺമെന്റ് നോളേജ് സൊസൈറ്റി എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ അക്കാദമിക നിലവാരം ഇന്നത്തേതിനേക്കാൾ എത്രയോ ഉയരേണ്ടതുണ്ട്. അക്കാദമിക നിലവാരം ഉയരണം. അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന സമഗ്രമായ ഒരു വിദ്യാഭ്യാസ നിലവാരമുയർത്തുന്ന, അധ്യാപക നിലവാരമുയർത്തുന്ന ഒരു ബൃഹത്തായ പദ്ധതിക്ക് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ വർഷത്തിന്റെ അവസാനം മുതൽ അടുത്ത വർഷം മുതൽ തുടക്കം കുറിക്കുകയാണ്. ആ പദ്ധതി അതിന്റെ ഗുണഭോക്താക്കളാകാൻ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവസരം ഉണ്ടാകും. സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതിക്ക് തൃശ്ശൂരിൽ തുടക്കം കുറിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ വന്നപ്പോൾ എന്നോട് പറയണ്ടായിരുന്നു. കളിമുറ്റം ഒരുക്കുക എന്ന ശ്രദ്ധേയമായ ഒരു പരിപാടിക്ക് കേരളം ഗവൺമെന്റ് ആലോചിക്കുന്നതിന് 1 മാസം മുമ്പ് ആ ആലോചന തുടങ്ങി വെച്ചത് ഞങ്ങളെല്ലാം കൂടി ചേർന്നാണ്. ജില്ലാ പഞ്ചായത്തും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ കളിമുറ്റം ഒരുക്കുക എന്ന ബൃഹത്തായ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. കോവിഡിന്റെ കാലത്ത് അടച്ചുപൂട്ടപ്പെട്ട ആത്മനൊമ്പരങ്ങളും സംഘർഷങ്ങളും തമ്മിൽ പറഞ്ഞ് വിഷമിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെ മനസ്സുകളിലേക്ക് നാം ശാസ്ത്ര സാഹിത്യ പരിഷത്തും എല്ലാം കൂടിച്ചേർന്ന് നടത്തിയ മക്കൾക്കൊപ്പം പരിപാടി കേരളത്തിന്, തൃശ്ശൂരിന് മറക്കാനാവുന്നതല്ല. അങ്ങനെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളിലൂടെ തുടക്കം കുറിച്ച തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ ഇനി നീട്ടുന്നില്ല, മറ്റുള്ളവർക്ക് സംസാരിക്കാനുണ്ട്. സന്തോഷത്തിൻ്റെയും നിറഞ്ഞ അഭിമാനത്തിൻ്റെയും ഈ നിമിഷങ്ങളിൽ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക പൊതുപരിപാടി എന്ന നിലയിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. നിറഞ്ഞ അഭിമാനമുണ്ട് എന്ന് നിറഞ്ഞ മനസ്സോടെ ആ അഭിമാനം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ 20 ലക്ഷം ഉറുപ്പികയുടെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ക്ലാസുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നേരത്തെ നാട മുറിച്ചു, ഇപ്പം നാവുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ഒരുപാട് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. ധന്യമായ ഈ ഉദ്ഘാടന വേളയിൽ മുഖ്യ സന്ദേശം നൽകുന്നതിനായി തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീ TV മദനമോഹൻ സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ,
തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ പ്രതിനിധി ശ്രീ എസ് വിനയൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പി കെ ഡേവിസ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ വേദിയിലുള്ള വല്ലഭേട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ടി അംഗങ്ങൾ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ ദീർഘമായ ഒരു വർത്തമാനത്തിന് ഈ സമയത്ത് മുതിരുന്നില്ല. ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ നവംബർ 1 നമ്മുടെ വിദ്യാലയങ്ങൾ വീണ്ടും ഉണരുകയാണ്. 1.5 വർഷക്കാലത്തെ അടച്ചിടലിന് ശേഷമാണ് നമ്മുടെ കളിമുറ്റങ്ങൾ വീണ്ടും ഉണരുന്നത്. വലിയ ഒരുക്കങ്ങളാണ് കേരള സർക്കാരും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇവിടെ അധ്യാപകരുടെ കുറവിനെ കുറിച്ച് ഉൾപ്പെടെ ഡേവിസ് മാസ്റ്റർ സൂചിപ്പിക്കേണ്ടായി. അങ്ങനെ കുറവുണ്ടെങ്കിൽ അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കാനുള്ള ഉത്തരവ് 2 ദിവസം മുൻപേ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 76ഓളം പ്രൈമറി വിദ്യാലയങ്ങളിൽ പ്രധാന അധ്യാപകരില്ലാത്ത സ്ഥിതിയുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട താൽക്കാലികമായി നിയമം അനുവദിക്കുന്ന തലത്തിൽ താൽക്കാലികമായി പ്രധാന അധ്യാപകരെ നിയമിക്കാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കുട്ടികൾക്ക് കൈ കഴുകാൻ ഹാൻഡ് വാഷ് നിർമ്മിക്കാൻ ബക്കറ്റ്, സോപ്പ് ഇവയ്ക്കുള്ള പണവും സർക്കാർ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ഒരുക്കമാണ്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്നാണ് ഒരു മാർഗരേഖ പുറത്തിറക്കിയിട്ടുള്ളത്. ഗതാഗത വകുപ്പിന്റെ മറ്റൊരു മാർഗരേഖയുണ്ട്. ഈ ആവേശം, വിദ്യാലയം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ആവേശം നാം കാണിക്കുമ്പോഴും നല്ല കരുതലും ജാഗ്രതയും വേണം. നമ്മുടെ വിദ്യാലയത്തിൽ പ്രത്യേകിച്ച് വേണം എന്ന് പറയേണ്ടതില്ല. ബന്ധപ്പെട്ടവർ അത് കൂടുതൽ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുക. ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ആ പ്രദേശത്തേക്ക് പോകാതിരിക്കത്തക്ക വണ്ണം നല്ല കരുതൽ കൂടി കോവിഡിനെ കരുതുന്നതോടൊപ്പം തന്നെ ആ നിലയിൽ പുലർത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നവംബർ 1 ഈ വിദ്യാലയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മികച്ച രൂപത്തിൽ പ്രവേശനോത്സവം നടക്കും. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അമ്മാടത്ത് വെച്ച് ജില്ലാതല പ്രവേശനോത്സവവും ഓരോ തദ്ദേശ സ്ഥാപനതല പ്രവേശനോത്സവവും നടത്തണമെന്നാണ് ജില്ല ആകെ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ. മാഷ് സൂചിപ്പിച്ചതുപോലെ മുൻകൂട്ടി സംസ്ഥാനത്ത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആലോചിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ യോഗം ചേരുകയുണ്ടായി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയുണ്ടായി. ആ നിലയിൽ സൂചിപ്പിച്ചത് വലിയ ആവേശത്തോടു കൂടി ഒരു 2ാം പ്രവേശനോത്സവത്തിന് നാം തയ്യാറെടുക്കുക. നമ്മുടെ കുട്ടികളുടെ കളിച്ചിരികൾ കൊണ്ട് മുഖരിതമാകാൻ പോവുകയാണ് ഈ വിദ്യാലയ അന്തരീക്ഷം. ഏതാണ്ട് 1916 ആരംഭിച്ച് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന വിദ്യാലയമാണ് ഇത്. തീർച്ചയായും നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കുറച്ചു നാളുകൾ കൂടി പിന്നിട്ടാൽ ഇവിടെ വന്നെത്തുന്ന ഒരാൾക്ക് വലിയ അത്ഭുതം, വലിയ വിസ്മയം തോന്നിപ്പിക്കുമാറ് ഈ വിദ്യാലയത്തിന്റെ മുഖഛായ മാറും. എന്തായാലും അവിടേക്ക് അങ്ങനെ വിദ്യാലയങ്ങൾ അതിന്റെ ഭൗതിക സൗകര്യങ്ങളോട് കൂടി ഒരുങ്ങുമ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉന്നതമായ കടമയുണ്ട്. ആ കടമ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളിലൂടെ ഇവിടെ വിജയിച്ച മുഴുവൻ, ഇവിടെ സമ്മാനിതരായ മുഴുവൻ കുട്ടികൾക്കുമുള്ള ആശംസകൾ അറിയിക്കുന്നു. വരും കാലത്ത് ഈ വിദ്യാലയത്തിന് ഉത്തരോത്തരമുള്ള വിജയമുണ്ടാകട്ടെ, വളർച്ചയുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഹയർ സെക്കൻഡറി 10ാം ക്ലാസ് പൊതുപരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണമാണ് അടുത്തതായി നടക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2019-20 വർഷം തടസ്സപ്പെട്ട എൻഡോമെന്റ് വിതരണവും ഈ വർഷത്തെ എൻഡോമെന്റുകളും ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ്.
2020 SSLC പരീക്ഷയുടെ എൻഡോമെന്റുകൾ. എൻഡോമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റിട്ടയർഡ് പ്രിൻസിപ്പൽ രവീന്ദ്രൻ മാസ്റ്റർ, തോമസ് ആലപ്പാട്ട്, മൂർക്കനാട്ട് രാധാകുമാരി, പി ഭാഗ്യലക്ഷ്മി അമ്മ, PV ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് മൂർക്കനാട്ട് രാമചന്ദ്രൻ, T അംബുജാക്ഷി അമ്മ, MC വർഗീസ് മാസ്റ്റർ, റിട്ടയർഡ് HM MB ഇന്ദിര ടീച്ചർ, റിട്ടയർഡ് HM EK മേരി ടീച്ചർ, KR രത്നം ടീച്ചർ. ഈ എൻഡോമെന്റുകൾ ഒരുമിച്ച് A+ നേടിയ എല്ലാ കുട്ടികൾക്കുമായി മൊമന്റോയും ക്യാഷ് അവാർഡും നൽകുകയാണ്. എൻഡോമെന്റ് വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരവോടെ ക്ഷണിക്കുന്നു. എൻഡോമെന്റിന് അർഹരായ കുട്ടികൾ: ശ്രീദാസ് KM 2019-2020 SSLC. ശ്രീദാസിന് ഇതിനോടൊപ്പം സാൻസ്ക്രിറ്റ് കാളിയപ്പ ചന്ദ്രൻ സ്പോൺസർ ചെയ്യുന്ന സാൻസ്ക്രിറ്റിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ എൻഡോമെന്റ് കൂടി ക്യാഷ് അവാർഡ് കൂടി നൽകുന്നു. അഞ്ജലി K സുരേഷിനും ടോപ്പ് SSLC എൻഡോമെന്റിനൊപ്പം സാൻസ്ക്രിറ്റ് ടോപ്പിനുള്ള എൻഡോമെന്റും ക്യാഷ് അവാർഡും നൽകുന്നു. അഞ്ജലി K സുരേഷ്. ഫുൾ A+, ജസീന PM. അടുത്തതായി CWS വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടിക്ക് റിട്ടയർ FTM സൗഭാഗ്യവതി AK സ്പോൺസർ ചെയ്ത എൻഡോമെന്റും ക്യാഷ് അവാർഡും സിബിൻ MS. 2019-2020 9ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടിക്ക് അഡ്വക്കേറ്റ് ശ്രീകൃഷ്ണൻ സ്പോൺസർ ചെയ്യുന്ന എൻഡോമെന്റ് കാവ്യ KV. അടുത്തതായി 2020-2021 SSLC ടോപ്പേഴ്സ് സ്പോൺസർ ചെയ്യുന്ന രവീന്ദ്രൻ മാസ്റ്ററുടെ പ്രിൻസിപ്പൽ തോമസ് ആലപ്പാട്ട്, മൂർക്കനാട്ട് രാധാകുമാരി, P ഭാഗ്യലക്ഷ്മി അമ്മ, റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് മൂർക്കനാട്ട് രാമചന്ദ്രൻ, T അംബുജാക്ഷി അമ്മ, MC വർഗീസ് മാസ്റ്റർ, MB ഇന്ദിര ടീച്ചർ, EK മേരി ടീച്ചർ ആൻഡ് KR രത്നം ടീച്ചർ. 2020-2021 SSLC പരീക്ഷയിൽ 11 പേർക്കാണ് ഫുൾ A+ കിട്ടിയിരിക്കുന്നത്. 11 പേർക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകുന്നു. കാവ്യ KV, ആദിത്യ PR, and Jose PJ. Anakha TS. അഭിനവ് KR. മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകുന്നതിനായി വിശിഷ്ട വ്യക്തികളെ ഓരോരുത്തരായി ക്ഷണിക്കുകയാണ്. അഭിനവ് KR, അഭിനി PJ,
Adul M.S. Adul M.S. Angel Prakash. Angel Prakash. Sainul Ashit T.A. Sainul Ashit T.A. Shimna Sharif. Shimna Sharif. Srilakshmi S. ഇതിൽ കാവ്യ കെ വി, അഭിനവ് കെ ആർ, ഷിംന ഷറീഫ്, അഭിനി പി ജെ എന്നിവർക്ക് സാൻസ്ക്രിറ്റിനുള്ള ക്യാഷ് അവാർഡ് കൂടി നൽകിയിട്ടുണ്ട്. CWSN ടോപ്പ് അശ്വതി ടി എ 2020-21. അശ്വതി ടി എ 9ാം ക്ലാസ്സിൽ 2020-21 9ാം ക്ലാസ്സിലെ ടോപ്പ്. അനഘ കെ എസ്. അനഘ കെ എസ്. ഹയർ സെക്കൻഡറി വിഭാഗം 2019-2020 ശ്രീ ബാലചന്ദ്രൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എൻഡോമെന്റ് +2 ഹ്യൂമാനിറ്റീസിൽ ടോപ്പ് സ്കോറർ ആര്യനന്ദ. ടോപ്പ് സ്കോറർ ഇൻ +2 ഹ്യൂമാനിറ്റീസ് ആര്യനന്ദ. Sri N.S. Kutti endowment for top score in +2 political science. Arinanda. +2 political science topper. Arinanda. ഒരു endowment കൂടി ആര്യനന്ദയ്ക്കുണ്ട്. ശ്രീ പി ഭാഗ്യലക്ഷ്മി അമ്മ endowment for top score in +2 political science. +2 പൊളിറ്റിക്കൽ സയൻസ് ആര്യനന്ദ. ശ്രീ ഒട്ടായി ശങ്കരൻകുട്ടി നായർ എൻഡോമെന്റ് ഫോർ top scorer in +1 English examination. Anusri OS. +1 English. Anusri OS. Anusri AS ന് ഒരു എൻഡോമെന്റ് കൂടി ഉണ്ട്. +2 full A+. അനുശ്രീ. (2020-21) ടോപ്പ് സ്കോർ ഇൻ +2 എക്സാമിനേഷൻ രേവതി സിയ. രേവതി സിയ. ടോപ്പ് സ്കോറർ ഇൻ +2 പൊളിറ്റിക്കൽ സയൻസ് ഫാത്തിമത്തുൽ ഷിഫാന. ഫാത്തിമത്തുൽ ഷിഫാന. മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് അഭിനന്ദനങ്ങൾ. ഈ ചടങ്ങിന്റെ മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ശ്രീ AV വല്ലഭൻ അവരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ
ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വിനയൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡേവിസ് മാസ്റ്റർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ മദനൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ, മറ്റ് അധ്യക്ഷവേദിയിലെ ജനപ്രതിനിധികളെ, ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, ഈ സ്കൂളിലെ മറ്റ് ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല, കാരണം അല്പം വൈകിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിച്ചത്. എല്ലാ കാര്യങ്ങളും ഡേവിസ് മാസ്റ്ററും മദൻ മോഹൻ സാറും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നവംബർ 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. വലിയ ആഘോഷത്തോടെയാണ് കുട്ടികളെല്ലാം സ്കൂളിൽ വരാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ കുറച്ച് മടിയുള്ള കുട്ടികൾക്ക് പോലും എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി എന്ന ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ അന്തരീക്ഷം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് അധ്യാപകർക്കുള്ളത്. കഴിഞ്ഞ 2020-21 ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഈ കെട്ടിടം പുതുക്കി പണിതിട്ടുണ്ട്. 3 കോടിയിലധികം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറിക്കും അപ്പർ പ്രൈമറിക്കും ഒക്കെ പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. മച്ചാട് സ്കൂളിന്റെ മുഖച്ഛായ മാറുകയാണ്. മച്ചാട് സ്കൂളിന്റെ മാത്രമല്ല, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ആകെ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ കൂടുതലായി കടന്നു വരികയാണ്. നമ്മുടെ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക എന്ന ഗവൺമെന്റ് ലക്ഷ്യം സാർത്ഥകമാക്കുന്നതിന് വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നതാണ്. ആ ദൗത്യമാണ് ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫർണിച്ചറിനെ കുറിച്ച് പ്രസിഡന്റ് സൂചിപ്പിച്ചു. ആവശ്യത്തിന് ഫർണിച്ചറും അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂളുകളിൽ എത്തിച്ചു. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിൽ വരുന്ന സാഹചര്യം ആയിട്ടില്ല. ബാച്ചായിട്ടാണ് ഇപ്പോൾ കുട്ടികളെ തീരുമാനിച്ചിട്ടുള്ളത്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കടന്നു വരാനുള്ള സാഹചര്യം ആയിട്ടില്ല. ആ സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. എന്തായാലും നമുക്ക് ഒരു കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഈ വിദ്യാഭ്യാസ വർഷം ഏതാണ്ട് പകുതിയാണ്. വലിയ സ്പീഡിൽ ഓടിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞ ഒരു 3-4 മാസക്കാലങ്ങളിൽ നഷ്ടപ്പെട്ട അധ്യയന ദിവസങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം. നല്ല രീതിയിൽ മറ്റ് രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗം എന്ന് പറയുമ്പോൾ അത് പഠിപ്പ് മാത്രമല്ല. നമ്മൾ സാധാരണയായി കലോത്സവങ്ങളൊക്കെ നടക്കേണ്ട സമയമാണിത്. ഒരു ഒരു ക്രിസ്മസിന് മുമ്പായി, ഡിസംബറിന് മുമ്പായി ഇപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങളും സബ് ജില്ലാ യുവജനോത്സവവും ജില്ലാ യുവജനോത്സവവും ഒക്കെ നടക്കേണ്ട ഒരു സമയമാണ്. അതൊക്കെ കഴിഞ്ഞ വർഷവും നടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ യുവജനോത്സവങ്ങളുടെ സമയമാണ്, സ്പോർട്സ് മത്സരങ്ങൾ നടക്കേണ്ട സമയമാണ്. ഈ മേഖലകളിലൊക്കെ നമുക്ക് പ്രാവീണ്യം തെളിയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകണം. കഴിഞ്ഞ 1.5 വർഷക്കാലത്ത് എല്ലാ പരിമിതികളും മാറ്റിവെച്ചുകൊണ്ട് വലിയൊരു കുതിപ്പ് ഈ 1.5 വർഷക്കാലത്തെ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം നിർവഹിക്കുമ്പോൾ അതിനൊത്ത് കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് മുന്നേറിക്കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല മേന്മയുടെ മികവിന്റെ എല്ലാ അക്ഷരാർത്ഥത്തിലും തികഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ കെട്ടിടത്തിനും ഇവിടെ ഇന്ന് വിജയോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ അധ്യയന വർഷത്തിലും ഈ അധ്യയന വർഷത്തിലും മികച്ച വിജയം നേടിയ, കഴിഞ്ഞ പരീക്ഷയൊക്കെ നടന്നൊക്കെ നമുക്കറിയാം, നല്ലൊരു ശതമാനം ആളുകൾ കുട്ടികളൊക്കെ PPE കിറ്റിട്ടുകൊണ്ട് കുട്ടികളൊക്കെ അകലം പാലിച്ച് ക്ലാസ്സുകളിൽ ഇരുത്തിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് പരീക്ഷ. ആദ്യം തെരഞ്ഞെടുപ്പ് കാരണം അത് അല്പം ദിവസങ്ങൾ മാറ്റിവെച്ചു. അങ്ങനെ തികഞ്ഞ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് പരീക്ഷ നടന്നത്. അത്ര ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലും പഠിച്ച് മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള A+ നേടുകയും നല്ല വിജയം നേടുകയും ചെയ്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ഭാവുകങ്ങളും നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TV സുനിൽകുമാർ അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.
നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ PS വിനയൻ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആരാധ്യനായ ശ്രീ PK ഡേവിസ് മാസ്റ്റർ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ AV വല്ലഭൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ TV മദനമോഹനൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി, രാമചന്ദ്രൻ, പ്രിൻസിപ്പാൾ HM, PTA പ്രസിഡന്റ് സുരേഷ്, OS ഭാരവാഹിയായ ശ്രീ MP നാരായണൻകുട്ടി, HM നാദിരട്ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ അച്ചാട് സ്കൂൾ ഒരു വളർച്ചയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സർക്കാർ സ്കൂൾ എന്ന നിരവധി പരിമിതികൾ ആദ്യകാലങ്ങളിലെല്ലാം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഒരു പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷക്കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാം ഭാഗമായി ഇപ്പോൾ നമ്മുടെ സ്കൂളിനകത്ത് അതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ 2018 നമ്മുടെ 5ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 66 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഡിവിഷൻ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 2010 തുടക്കത്തിലും അത്തരം നിരവധി പ്രതിസന്ധികൾ LPയിൽ നമ്മൾ അനുഭവിച്ചത്. പക്ഷെ 18 കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസം ശക്തമാക്കി മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി നമ്മുടെ മച്ചാട് ഹൈസ്കൂളിനകത്ത് 5ാം ക്ലാസ്സിൽ 66 2018 അത് പടിപടിയായി ഇന്ന് 5ാം ക്ലാസ്സിൽ 2021 ഈ വർഷം 118 കുട്ടികളുള്ള 5ാം ക്ലാസ്സിലെ അഡ്മിഷൻ നമ്മൾ പൂർത്തീകരിച്ചു. അപ്പോൾ കേവലം പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിലെല്ലാം വലിയ ആവേശം നൽകുന്ന രീതിയിലാണ് കേരളത്തിലെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ഇന്നലെ വരെ സർക്കാർ സ്കൂളിനെ വേറൊരു ധാരണയോടും കാഴ്ചപ്പാടോടും കണ്ടിരുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇന്ന് വലിയ മാറ്റത്തിൻ്റെ ഭാഗമായി സർക്കാർ സ്കൂളിലേക്ക് വലിയ രീതിയിൽ കുട്ടികൾ കടന്നു വരികയാണ്. ഇത് കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ രംഗത്തിലുള്ള അന്തരീക്ഷം. ആ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം അക്കാദമിക് രംഗത്ത് മാത്രമല്ല, പശ്ചാത്തല രംഗത്ത് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പോയി 2 പുതിയ കെട്ടിടങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച 2 കോടി രൂപയുടെ ഹയർ സെക്കൻഡറി കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ സ്കൂളിനകത്തേക്ക് കടന്നു വരുമ്പോൾ
ഇപ്പോൾ നമ്മുടെ PTA കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ നമ്മുടെ വച്ചാൽ സ്കൂൾ ഉൾപ്പെടെയുള്ള 8 പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ആ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ ഇതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ ഏകദേശം 10-12 ദിവസക്കാലം അതത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും ജനപ്രതിനിധികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് കളിമുറ്റം ഒരുക്കുക എന്ന പരിപാടിയുടെ ഭാഗമായി സ്കൂളിന്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ മുന്നോട്ട് വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ 8 പൊതുവിദ്യാലയങ്ങളിലും വലിയ ആവേശകരമായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 20 ലക്ഷം രൂപ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് 20 ലക്ഷം രൂപ അനുവദിച്ചത്. ഇപ്പൊ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത് തന്നെ ഇതിന്റെ ഭാഗമായി സ്കൂളിനെ മനോഹരമാക്കി തീർക്കാൻ വേണ്ടി 15 ലക്ഷം രൂപ പെയിന്റിങ്ങിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തും സ്കൂളിനകത്തേക്ക് കടന്നു വരുമ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണമെന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.